ഏവർക്കും കോട്ടയം ബൊട്ടാണിക് ഗാർഡനിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല കരിക്കിൻ്റെ കാമ്പ് അല്പം മധുരം ചേർത്ത് കഴിച്ചാലോ? ഏറെക്കുറെ അതേ രുചിയാണ് അബിയു പഴത്തിനും. കരിക്കിൽ നിന്ന് കിട്ടുന്നതിനൊപ്പം അതിലേറെയോ കാമ്പുണ്ടെന്ന മെച്ചവുമുണ്ട് നമ്മുടെ ഈ പഴത്തിന്. കാമ്പിന് മാർദ്ദവും കൂടുതലാണ്. ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ അടുത്ത കാലത്ത് വ്യാപകമായ കൃഷി തുടങ്ങിയ ഈ പഴത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മുടെ ഫാമിൽ തന്നെ കായ്ച്ചു കിടക്കുന്ന അബിയു എന്ന മരത്തെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തന്നെ ഒത്തിരി കർഷകർ ചോദിച്ചു, അബിയു കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിന് എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ഞങ്ങൾ നടത്തേണ്ടതെന്ന്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചോദ്യ രൂപേണ ഇതിന് ആൻസർ തരുന്നത്. ആദ്യം ചോദിച്ചത് സ്ഥലപരിമിതി കുറഞ്ഞ സ്ഥലത്തും ഇവ കൃഷി ചെയ്യാൻ പറ്റുമോ എന്നതാണ്. അതായത് അബിയു വീടിൻ്റെ ടെറസിലോ ചെറിയ പോളിഹൗസിലോ വളർത്താൻ സാധിക്കുമോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. തീർച്ചയായും സാധിക്കുമെന്നത് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും. അതിനുവേണ്ടി 100 തൊട്ട് ഒരു 120 ലിറ്റർ ശേഷിയുള്ള ബാരലുകളിൽ മേൽമണ്ണും നന്നായി തയ്യാറാക്കിയ കമ്പോസ്റ്റും 2:1 എന്ന രീതി കൂട്ടിയിളക്കി നിറച്ച് ശരിയായ നനയും നല്ല പരിചരണവും നൽകിയ അബിയു ഏകദേശം ഒരു 1.5 വർഷം തൊട്ട് കായ്ക്കാൻ തുടങ്ങുന്നതായി കാണുന്നുണ്ട്. ഇനി ഇവയുടെ വളപ്രയോഗത്തിലോട് ചോദിക്കുകയാണെങ്കിൽ ജൈവ വളങ്ങളോടും രാസവളങ്ങളോടും നന്നായി പ്രതികരിക്കുന്ന ഒരു വിളയാണ് അബിയു. കായ്ക്കുന്ന ഒരു മരങ്ങൾക്ക് വിളവെടുപ്പിന് ശേഷം മരം ഒന്നിന് 10 മുതൽ 25 കിലോഗ്രാം വരെ ജൈവവളവും 100 ഗ്രാം മഗ്നീഷ്യവും സൾഫേറ്റും നൽകാം. കൂടാതെ വേണമെങ്കിൽ നമുക്ക് 500 ഗ്രാം 10-10-10 NPK മിശ്രിതം വർഷത്തിൽ 3 തവണ നൽകുന്നത് വിളവ് കൂട്ടാൻ സഹായിക്കും. വളപ്രയോഗത്തിന് മുമ്പ് മരം ഒന്നിന് 500 ഗ്രാം ഡോളോമൈറ്റ് ചേർക്കുന്നത് മണ്ണിൻ്റെ പുളിപ്പ് ക്രമീകരിക്കുന്നതിനും ചെടികളുടെ ശരിയായ വളർച്ചയ്ക്കും സാധിക്കും. ഇനി അടുത്തതായി എല്ലാവരും ചോദിക്കുന്നത് ഒരു ക്വസ്റ്റ്യനാണ്, ഇവയ്ക്ക് മറ്റ് ചെടികൾ പോലെ തന്നെ രോഗബാധകളോ അതോ രോഗകീടബാധകളോ ബാധിക്കുന്നതാണോ, എങ്കിൽ അതിനുള്ള പ്രതിവിധി എന്താണെന്ന്. അബിയുവിന് രോഗകീടബാധ താരതമ്യ കുറവാണെന്ന് തന്നെ ഒരു സന്തോഷ വാർത്ത ആദ്യം പറയാം. എന്നാലും ചില സ്ഥലങ്ങളിൽ വേനൽക്കാലത്ത് സെനോസ്കിൽ എന്ന ശൽക്ക കീടത്തിൻ്റെ ആക്രമണം കൂടുതലായി വരുന്നുണ്ട്. ഈ സീസണുകളിൽ മാത്രം നമ്മുടെ ഗ്രീസ് നന്നായിട്ട് ഒരു തുണിയെ മുക്കി ഇതിൻ്റെ തടി ചുറ്റിക്കൊടുക്കുന്നത് നന്നായി കാണുന്നുണ്ട്. അപ്പോൾ ആ രോഗകീടബാധ അപ്പോൾ തന്നെ മാറിക്കിട്ടുന്നതായി കാണുന്നത്. ഇനിയും റംബൂട്ടാൻ പോലെ അബിയുവിനൊരു വാണിജ്യ സാധ്യത ഇന്ന് കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം ഇവ ഇപ്പോൾ നമ്മുടെ കേരളത്തോട്ട് നന്നായിട്ട് കായ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 2-3 വർഷം ആകുന്നതുള്ളൂ. അതുകൊണ്ട് അബിയുവിന് യോജ്യമായ കാലാവസ്ഥയാണ് കേരളത്തിൽ ഉള്ളതുകൊണ്ട് പഴങ്ങൾക്ക് ആവശ്യക്കാർ ഏറുന്നതിനാലും കേരളത്തിൽ വാണിജ്യ കൃഷിക്ക് ഇവ നല്ലൊരു സാധ്യത തന്നെയാണ്. അബിയു തൈകൾ നടുമ്പോൾ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, അബിയു ഒരു സപ്പോട്ട കുടുംബത്തിൽപ്പെടുന്ന ഒരു ചെടി തന്നെയാണ്. ഉഷ്ണമേഖല പഴവർഗ്ഗ വിളയും കൂടിയാണ് അബിയു. അതിനാൽ അന്തരീക്ഷ ഊഷ്മാവ് ഏകദേശം 20 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള പ്രദേശത്ത് കൃഷിക്ക് യോജ്യമല്ല. അതായത് കൂടുതൽ തണുപ്പുള്ളിടത്ത് ഇത് നന്നായിട്ട് ഉണ്ടാകുന്നതായി കാണുന്നില്ല. ദിവസം മുഴുവൻ സൂര്യപ്രകാശം ലഭിക്കുന്നതും നീർവാഴ്ചയുള്ളതുമായ സ്ഥലമാണ് അബിയുവിന് നന്നത്. വിത്ത് മുളപ്പിച്ചെടുക്കുന്ന തൈകൾ ഒരു 3-4 വർഷത്തിനുള്ളിൽ ഉൽപ്പാദനം നൽകുന്നതിനാൽ ഇത്തരം തൈകളാണ് പ്രധാനമായും നടീൽ വസ്തുവായി നന്നായി നടേണ്ടത്. നന്നായി വിളവെടുത്ത പഴത്തിൻ്റെ കുരുവാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരു 5 വർഷങ്ങൾക്ക് ശേഷമുള്ള മരത്തിൻ്റെ കുരുകൾ എടുത്ത് പാകുന്നതായിരിക്കും ഏറ്റവും നന്നായിട്ട് തന്നെ ഈൽഡ് കിട്ടാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അബിയു നന്നായിട്ട് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം പറഞ്ഞ ജൈവവളങ്ങൾ തന്നെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി അബിയുവിന് പ്രൂണിങ് ആവശ്യമുണ്ട്. നമ്മൾ പറയും റംബൂട്ടാൻ ഒരു ഫലവൃക്ഷം ആണ്, അതിന് നന്നായിട്ട് പ്രൂൺ ചെയ്യുമ്പോഴാണ് അടുത്ത വർഷം കൂടുതൽ ലഭിക്കുന്നത്. അബിയു മരങ്ങൾക്ക് തീവ്രമായ പ്രൂണിങ് ആവശ്യമില്ല. കാരണം റംബൂട്ടാൻ വലിയൊരു മരമാകുന്ന ഒരു ചെടിയല്ല ഈ അബിയു. അതുകൊണ്ട് നമുക്കൊരു വലിയ പ്രൂണിങ്ങിൻ്റെ ആവശ്യകത വരുന്നില്ല. മരങ്ങൾ ചെറുതായിരിക്കുമ്പോൾ മുകളിലേക്ക് വളരുന്ന പ്രധാന തണ്ടിൻ്റെ വളർച്ച നിയന്ത്രിച്ചാൽ പ്രധാന ശാഖകളുടെ വളർച്ച ഉറപ്പാക്കണ്ടേ. അതായത് ഇത് ഒത്തിരി മുന്നോട്ട് ഒരു 10-15 അടിയോളം വെറുതെ പൊങ്ങിപ്പോവുകയാണ്. മുകളിലത്തെ തണ്ടൊന്നും നമുക്ക് പ്രൂൺ ചെയ്തുകൊണ്ട് ചാലിലോട്ട് ശേഖരങ്ങളൊക്കെ വീശി ഇവ കാറ്റിൽ നിന്നും മറ്റുമൊക്കെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. അതായത് 8 മുതൽ 12 അടി ഉയരത്തിൽ നിൽക്കുന്നതാണ് ഈ ചെടിക്ക് ഏറ്റവും നല്ലത്. ഇനിയും കൂടുതൽ ആൾക്കാർ ചോദിക്കാതുകൊണ്ട് അബിയു മരം ഞങ്ങൾക്കുണ്ടായാലും ഇവ കാ പിടിക്കുന്നില്ല, കൂടുതലും പൂവുണ്ടായിട്ട് പൊഴിഞ്ഞു പോവുകയാണ്. അബിയു മരത്തിൽ ധാരാളം പൂക്കളുണ്ടാകുമെങ്കിലും
അവയെല്ലാം കൊഴിഞ്ഞു പോകുന്നതിനുള്ള കാരണമെന്ന് ചോദിച്ചാൽ അബിയു മരത്തിൽ ധാരാളം പൂക്കളുണ്ടാവും. പക്ഷേ ഇത് കായ്ക്കാത്തതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇവ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, അബിയുവിന് ബഡ്ഡിങ്ങിൻ്റെയോ ഗ്രാഫ്റ്റിങ്ങിൻ്റെയോ ആവശ്യമില്ലാതെ തന്നെ സീഡിൽ നിന്ന് തന്നെ ഇവ അടുത്ത ചെടികൾ ഉണ്ടായി കിട്ടും. അവ നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് 2 or 3 തൈകൾ അടുപ്പിച്ച് നടുവാണ് ഈ പ്രശ്നം മാറിക്കിട്ടുന്നതായി കണ്ടുവരുന്നുണ്ട്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയ്ക്കായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മറ്റുള്ളവരോട് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് കോട്ടയം ബൊട്ടാണിക് ഗാർഡൻ.